കൊല്ലം റീച്ചിലെ കടമ്പാട്ടുകോണം മുതൽ ഇത്തിക്കര പാലം വരെയുള്ള ഒരു ഡ്രൈവ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. മുക്കട ഓവർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കുന്നത് കാരണം ഇവിടെ സർവീസ് റോഡിലേക്ക് ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. മെയിൻ ഗാരേജുകളുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഇതൊരു എക്സിറ്റ് പോയിൻ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സർവീസ് റോഡിൽ മാക്സിമം ഒതുക്കി സ്ഥലമുണ്ടാക്കി ഓവർടേക്ക് ചെയ്യാൻ അവസരം തന്ന ഡ്രൈവർ സുഹൃത്തിന് ഹസാർഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നന്ദി പറയാൻ ഞാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായോ എന്തോ. കഴിഞ്ഞ വീഡിയോയിൽ അപ്രോച്ച് റോഡിൽ ഗ്രാവൽ നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ലെയർ ടാറിങ് കഴിഞ്ഞതായി കാണാം. എത്ര ദൂരത്തേക്കുണ്ട് എന്ന് അറിയാൻ വയ്യ. അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിങ്ങിന് മുന്നോടിയായിട്ടുള്ള റീബാർ വർക്ക്സും നടക്കുന്നതായി കാണാം. ഇനി പാരിപ്പള്ളി ഫ്ലൈ ഓവറിനടുത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കടമ്പാട്ടുകോണത്തെ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മെർജിങ് പോയിൻ്റ് ഉള്ളത് പാരിപ്പള്ളി ഫ്ലൈ ഓവർ കഴിഞ്ഞതിന് ശേഷമാണ്. ഇവിടെ വലതുവശത്തും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള എർത്ത് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ ചില ഭാഗങ്ങൾ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് ഡെക്ക് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റിങ്ങിന് മുന്നോടിയായിട്ട്. ഇത് മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല. കൺസ്ട്രക്ഷൻ കമ്പനി റോഡ് ചെറുതായിട്ട് നനച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു ചെറിയൊരു ഗതാഗത കുരുക്കം ഇവിടെ അനുഭവപ്പെടുന്നത്. വലതുവശത്ത് ഇപ്പോൾ വടക്കോട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ സോയിൽ കോമ്പാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവാലയ കൺസ്ട്രക്ഷൻസ് ആണ് ഈ റീച്ച് കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ആക്ച്വൽ സ്റ്റാർട്ട് ഡേറ്റ് 1/10/2022 ആണ്.
ഷെഡ്യൂൾഡ് കംപ്ലീഷൻ ആസ് പെർ കോൺട്രാക്റ്റ് 29/3/2025 എന്നാലും ലൈക്ലി കംപ്ലീഷൻ ഡേറ്റ് 31/8/2025 കാണിക്കുന്നത്. അത് അല്പം കൂടി നീട്ടിക്കൊടുക്കാനും സാധ്യതയുണ്ട്. ഇവിടെ മെറ്റീരിയൽ ഷോർട്ടേജിനെ കുറിച്ച് ഒരു വാർത്ത ഇന്നത്തെ മനോരമയിൽ കണ്ടായിരുന്നു. അത് കാരണം ചിലപ്പോൾ ഡിസംബർ വരെ നീട്ടിക്കൊടുത്തേക്കാം എന്നും പറയുന്നു. ഇതുവരെയുള്ള പ്രോഗ്രസ് 71.18% ആണ്. നിലവിൽ തിരുവല്ലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടോൾ പ്ലാസയ്ക്ക് ശേഷം ആദ്യം NH-66 വരുന്ന ടോൾ പ്ലാസ ഇവിടെയാണ് വരുന്നത്, ശ്രീരാമപുരത്ത്. സ്റ്റാഗേർഡ് മാതൃകയിൽ 2 ടോൾ പ്ലാസകളാണ് വരുന്നത്. വടക്കോട്ടും തെക്കോട്ടും ഉള്ള വാഹനങ്ങൾക്ക് പ്രത്യേകം ടോൾ പ്ലാസയാണ് ഉണ്ടാവുക. ടോൾ പ്ലാസയോട് അനുബന്ധിച്ച് വരുന്ന അപ്രോച്ച് റോഡുകളിൽ കോൺക്രീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ടോൾ പ്ലാസയിലെ യൂട്ടിലിറ്റി ബിൽഡിങ്ങുകളും ടോയ്ലറ്റ് ബ്ലോക്കും ഒക്കെ കൺസ്ട്രക്ഷൻ ഏകദേശം കഴിഞ്ഞതായും കാണാം. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള ടോൾ പ്ലാസയാണ് വലതുവശത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ വരുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നതായി കാണാം. ഈ ഭാഗത്തൊക്കെ ഏകദേശം പൂർത്തിയായ ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അണ്ടർപാസുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ സർവീസ് റോഡിൽ കൂടി വരുന്ന ഡ്രൈവർമാർ ശ്രദ്ധിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇവിടെ പാറ പൊട്ടിക്കുന്ന പ്രവൃത്തി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാപ്പുള്ള ഭാഗത്ത് താഴെ നിന്ന് കെട്ടിക്കൊണ്ടുവരുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കൊല്ലം ജില്ലയിൽ ആദ്യം ഏകദേശം പണികൾ പൂർത്തിയായ ഒരു ഭാഗമാണ് സ്പിന്നിങ് മില്ലിന് മുന്നിലെ ഈ ഒരു റോഡ്. ഇപ്പോഴും രണ്ട് വശത്തേക്കും ഗതാഗതം ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വശത്ത് ആറി ബ്ലോക്കുകൾ സൂക്ഷിക്കാനുള്ളൊരു സ്ഥലവും കൂടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശീമാട്ടി ജംഗ്ഷനിൽ വന്നിരിക്കുന്ന അണ്ടർപാസിന് മുകളിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തിരിക്കുന്നത്. രണ്ട് വശത്തേക്കുമുള്ള ഗതാഗതം ഇപ്പോൾ അണ്ടർപാസിന് മുകളിൽ കൂടി തന്നെയാണ് എന്ന് പറയുമ്പോഴും നാളെ ഒരുപക്ഷെ ഇതിന് മാറ്റം വന്നേക്കാം. അവരുടെ പണികളുടെ ആവശ്യത്തിനനുസരിച്ച് ഡൈവേർഷൻ ഓവർനൈറ്റ് ആയിരിക്കും പ്രത്യക്ഷപ്പെടുക ചിലപ്പോൾ. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർ സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ചാത്തന്നൂർ KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഗതാഗതം അതിന് മുകളിൽ കൂടി അനുവദിച്ചിട്ടില്ല. എന്നാൽ അണ്ടർപാസിനുള്ളിൽ കൂടി ഗതാഗതം അനുവദിച്ചിരിക്കുന്നതായി കാണാം. ഇനി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ചാത്തന്നൂർ ഫ്ലൈ ഓവറിനടുത്തേക്കാണ്. ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വശത്തും. എന്നാൽ തെക്ക് ഭാഗത്തെ അപേക്ഷിച്ച് വടക്ക് ഭാഗത്ത് കുറച്ചുകൂടി പുരോഗമിച്ചതായി തോന്നുന്നു. ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിയറുകളൊക്കെ പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു പതിറ്റാണ്ട് പഴയ ക്യാമറയാണ് ഞാനിത് ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വെയിലും കൂടി ആയപ്പോൾ ദൃശ്യങ്ങൾക്ക് അല്പം മങ്ങലുള്ളതായി എനിക്ക് ബോധ്യമുണ്ട്. ക്ഷമിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തിരുമുക്ക്
അണ്ടർപാസിനടുത്തേക്ക് എത്തുമ്പോൾ ഇവിടെയും വാൾ ബ്ലോക്കുകൾ റേസ് ചെയ്ത് സോയിൽ ഫില്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ മറ്റ് പല അണ്ടർപാസുകളെയും പോലെ തിരുമുക്കിലെ അണ്ടർപാസും അല്പം കൂടി ബെറ്ററായിട്ട് ഡിസൈൻ ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. വടക്ക് ഭാഗത്തും ആറി ബ്ലോക്കുകൾ റൈസ് ചെയ്ത് സോയിൽ ഫില്ലിംഗ് കോമ്പാക്ഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തിക്കര പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കാസ്റ്റിങ്ങും കഴിഞ്ഞു. എന്നാൽ തെക്ക് ഭാഗത്താണ് അവരുടെ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ അവിടെ അപ്രോച്ച് റോഡിൻ്റെ പണികളൊന്നും നടക്കുന്നില്ല. വടക്ക് ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ കോമ്പാക്ഷനും ടാറിങ്ങും മറ്റുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു അണ്ടർപാസ് ആവശ്യമായിരുന്നു. പക്ഷേ അവിടെ അതിനുള്ള പ്രൊവിഷൻ ഇല്ല. അതും ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മേവറം വരെയുള്ള വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെയോ മറ്റന്നാളോ പോസ്റ്റ് ചെയ്യാം.